നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പി എസ് സിക്ക് ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു വമ്പൻ ക്ലബ് ഇമേജ് വന്നത് നെയ്മർ ജൂനിയർ എത്തിയതിന് ശേഷമാണ്. നേരത്തെ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ പലരും നടത്തിയിട്ടുണ്ട്. നെയ്മറുടെ പിതാവ് ഇതാ കൃത്യമായിട്ട് പറയുന്നു, നെയ്മർ പി എസ് സിയിൽ സൈൻ ചെയ്തതിന് ശേഷം എല്ലാ താരങ്ങൾക്കും പി എസ് സിയിൽ ജോയിൻ ചെയ്യണമെന്നായി. അതിനു മുമ്പ് അവർക്ക് പി എസ് ജി വിട്ട് മറ്റ് ബിഗ് ക്ലബ്ബുകളിലേക്ക് ജോയിൻ ചെയ്യണമെന്നായിരുന്നു. അതായത് പി എസ് സി ഒരു ബിഗ് ക്ലബ് എന്ന രൂപത്തിലേക്ക് മാറിയത് നെയ്മറുടെ വരവോടെയാണ് എന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞു വെക്കുന്നു. വീണ്ടും അദ്ദേഹം പല കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നെയ്മറുടെ പി എസ് ജിയിലെ കാലഘട്ടം വളരെ മികച്ചതായിരുന്നു. അവർക്ക് ആകെ കിട്ടാതെ പോയത് ചാമ്പ്യൻസ് ലീഗ് മാത്രമാണ്. പക്ഷേ 2020 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക് അവരെ കൊണ്ടുപോയതിൽ കീ പ്ലെയർ നെയ്മർ ആയിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അന്ന് ഭാഗ്യമുണ്ടായില്ല എന്ന് മാത്രം. അതിനുശേഷം പല ആരാധകരും ഞങ്ങളുടെ വീടിന് മുന്നിലേക്കൊക്കെ വന്നുകൊണ്ട് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ നെയ്മറെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാരീസ് സെൻ ജെർമനിലെ സിറ്റുവേഷനെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ ഞങ്ങളുടെ ഹിസ്റ്ററി ആർക്കും മായ്ച്ചു കളയാൻ പറ്റില്ല. നെയ്മറുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കാലഘട്ടങ്ങളിൽ ഒന്നായിരുന്നു പി എസ് സിയിലെ കാലഘട്ടം. യഥാർത്ഥത്തിൽ പി എസ് സിയുമായിട്ടുള്ള നെയ്മറുടെ റിലേഷൻഷിപ്പ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ ഏത് ബന്ധമാകുമ്പോഴും അതിലും ഉയർച്ച താഴ്ചയൊക്കെ ഉണ്ടാകുമല്ലോ. ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ അങ്ങനെ ഉണ്ടാകും. ചിലപ്പോൾ ബ്രേക്കപ്പും സംഭവിക്കാം. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. ഇപ്പോൾ സാൻഡോസിലും ബാഴ്സലോണയിലും ഒക്കെ അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ തിരികെ സാൻഡോസിലേക്ക് വന്നപ്പോൾ ആളുകൾ സ്വീകരിച്ച രീതി കണ്ടില്ലേ? അങ്ങനെ തന്നെ ആവില്ലേ പാക് ഡെസ് പ്രിൻസസിലേക്ക് നെയ്മർ മടങ്ങിയെത്തുമ്പോൾ അവർ വീണ്ടും കൈയടിക്കുമോ എന്ന ചോദ്യം കൂടി ഉയർത്തുകയാണ് നെയ്മറുടെ പിതാവ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.